ഹലോ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സ്മോൾ ഫ്രണ്ടിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ അതിന്റെ അഡീഷനെ കുറിച്ചും സബ്സ്ട്രാക്ഷനെ കുറിച്ചും ഒക്കെയാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ടേമിന്റെ രണ്ടാമത്തെ ബുക്കായ ബി ബുക്കിലെ കുറച്ച് പ്രോബ്ലംസിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പ്രധാനമായും ഈ പുസ്തകം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും കുട്ടികളെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചത് സ്മോൾ ഫ്രണ്ടിന്റെ ഇക്വേഷനെ കുറിച്ചാണ്. ദാറ്റ് മീൻസ് ഒരു ഹാൻഡിൽ നമുക്ക് എത്ര ഫിംഗേഴ്സ് ഉണ്ട്? 5 ഫിംഗേഴ്സ് ഉണ്ട് അല്ലേ? സോ 5നെ വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്, ദാറ്റ് ഈസ് സ്മോൾ ഫ്രണ്ട്. ഈ പുസ്തകത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ 2 ഹാൻഡിലുള്ള ഫിംഗേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചുള്ള ഇക്വേഷൻ ആണ്. ദാറ്റ് മീൻസ് 10 വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഈ 10 ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെ നമുക്ക് ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കാം. സോ നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ ആണ് ബിഗ് ഫ്രണ്ട്. സോ നമുക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായി കുട്ടികളുടെ പേര് എഴുതാനുള്ള ഒരു ഏരിയ കാണാം. സാധാരണ നമ്മൾ ചെയ്യിപ്പിക്കുന്നത് പോലെ തന്നെ കുട്ടികളുടെ അംബിഷൻ വെച്ചിട്ടുള്ള, കുട്ടികളുടെ എന്താണോ കുട്ടികൾക്ക് ആവാൻ ആഗ്രഹം അത് വെച്ചിട്ടുള്ള ഒരു പേര് എഴുതിപ്പിക്കുക. ഫോർ എക്സാമ്പിൾ മിർഷാദ് MBBS, അങ്ങനെ നമ്മൾ കുട്ടികളുടെ അംബിഷൻ വെച്ചിട്ടുള്ളൊരു പേരാണ് ഇവിടെ എഴുതിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ കണ്ടു ബിഗ് ഫ്രണ്ടിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതിലെ മെയിൻ സംഖ്യ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ നടൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് 10 ആണ്. ഈ 10നെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി മുതൽ കാൽക്കുലേഷൻ ചെയ്യാൻ പോകുന്നത്. ഈ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വൺസിന്റെ റോഡിനകത്ത് ഏതെങ്കിലും ഒരു സംഖ്യ അതിലേക്ക് മറ്റൊരു സംഖ്യ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ 10ന്റെ റോഡിന് യൂസ് ചെയ്യുന്നു. ഐ മീൻ 10നെ സഹായത്തിന് വിളിക്കുന്നു. ഈ 10നെ സഹായത്തിന് വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ബിഗ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 1 നമ്മൾ സെറ്റ് ചെയ്തു, ഇതിലേക്ക് നമുക്കൊരു 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യാൻ ഇവിടെ ബീറ്റ്സ് ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ്, അതായത് വൺസിന്റെ റോഡിൽ ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ബിഗ് ഫ്രണ്ടിനെ ആശ്രയിക്കുന്നത്. ഓക്കെ, നമ്മൾ ആദ്യമായി എല്ലാ ഇക്വേഷൻ പേജും, ഏത് സ്മോൾ ഫ്രണ്ട് ആയാലും ബിഗ് ഫ്രണ്ട് ആയാലും, നമ്മൾ ഏതൊരു ഇക്വേഷൻ തുടങ്ങുമ്പോഴും ആദ്യം നമ്മൾ എഴുതിപ്പിക്കേണ്ട കോളം ഈ ഫ്രണ്ട്സിന്റെ കോളാണ്. ഇവിടെ നമുക്ക് 9ന്റെ ഫ്രണ്ടിനെ കണ്ടെത്തണം. ഈ 9ന്റെ ഫ്രണ്ടിനെ കണ്ടെത്താൻ ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മൾ കയ്യിൽ 10 എടുപ്പിക്കുക, കുട്ടികളെ കൊണ്ട് 9 ഫോൾഡ് ചെയ്യിപ്പിക്കുക. റിമൈൻസ് വരുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് 9ലേക്ക് 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെയിൻ നടനായിട്ടുള്ള അല്ലെ മെയിൻ സംഖ്യയായിട്ടുള്ള 10നെ നമുക്ക് കിട്ടുന്നത്. 9ന്റെ ഫ്രണ്ട് 1 ആണ്. അപ്പൊ 8ന്റെ ഫ്രണ്ടിനെ കണ്ടുപിടിക്കാൻ കുട്ടികൾക്ക് എളുപ്പം പറഞ്ഞു കൊടുക്കാം. കയ്യിലെ 8 ഫോൾഡ് ചെയ്യുക. 8 ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. ദാറ്റ് മീൻസ് 8ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 10 കിട്ടുക. 7ന്റെ ഫ്രണ്ട് ഒബ്വിയസ്ലി 3 ആണ്. 6ന്റെ ഫ്രണ്ട് 4 ആയിരിക്കും. 5ന്റെ ഫ്രണ്ട് 5 ആയിരിക്കും. ദാറ്റ് മീൻസ് 9ലേക്ക് 1 ആഡ് ചെയ്യുമ്പോഴാണ് ബിഗ് ഫ്രണ്ട് ആയ 10നെ കിട്ടുന്നത്. 8ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് ബിഗ് ഫ്രണ്ട് ആയ 10നെ കിട്ടുന്നത്. 7ലേക്ക് 3 ആഡ് ചെയ്യുമ്പോഴാണ് ബിഗ് ഫ്രണ്ട് ആയ 10നെ കിട്ടുന്നത്. 6ലേക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. 5ലേക്ക് 5 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. ഇനി നമ്മൾ ഇക്വേഷൻ ചെയ്യില്ല എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് മറ്റൊരു സംഖ്യ ആഡ് ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 10നെ ആഡ് ചെയ്യണം. എന്നിട്ട് ഏത് സംഖ്യയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ ലെസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 1 സെറ്റ് ചെയ്തു. ഈ 1ലേക്ക്, ഇത് ഈ ഫിംഗർ എക്സസൈസ് ആണ് ഞാൻ പറഞ്ഞു വരുന്നത്. 1 സെറ്റ് ചെയ്തു. ഈ 1ലേക്ക് നമുക്ക് 9 ആഡ് ചെയ്യണം. ഇവിടെ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ 10നെ സഹായത്തിന് വിളിക്കുന്നു. അതായത് 10നെ ആഡ് ചെയ്യുന്നു, 9ന്റെ ഫ്രണ്ടായ 1നെ ലെസ് ചെയ്യുന്നു. സിമിലർലി നമുക്കൊരു 8 ആഡ് ചെയ്യണം. ഇതിലേക്ക് 8 ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ. പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, 10നെ ആഡ് ചെയ്യുന്നു, 8ന്റെ ഫ്രണ്ടായ 2 മൈനസ് ചെയ്യുന്നു. ദെൻ ഒരു 7 ആഡ് ചെയ്യണം. ഈ 3ലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഒരു 7 ആഡ് ചെയ്യണം. 7 ആഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഉടനെ നമുക്ക് എന്ത് ചെയ്യാം, 10നെ ആഡ് ചെയ്യാം, 7ന്റെ ഫ്രണ്ടായ 3യെ മൈനസ് ചെയ്യാം. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഉടനെ 10നെ ആഡ് ചെയ്യണം. ഏത് സംഖ്യയാണോ ആഡ് ചെയ്യേണ്ടത് അയാളുടെ ഫ്രണ്ടിനെ നമുക്ക് ലെസ് ചെയ്യണം. സോ 9ന്റെ ഇക്വേഷൻ നമുക്ക് കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാം. ആഡ് 9 ഈസ് ഈക്വൽ ടു, നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ ആഡ് 10 മൈനസ് 1. ആഡ് 8 ഈസ് ഈക്വൽ ടു, എന്ത് ചെയ്യണം, ആഡ് ആവുമ്പോൾ ആഡ് 10 മൈനസ് 2. ആഡ് 7 ഈസ് ഈക്വൽ ടു, എന്ത് ചെയ്യാം, 7 കിട്ടാണ്ട് വരും. എപ്പോഴും നമ്മൾ കോമൺ ആയിട്ട് 10നെ ആഡ് ചെയ്യുന്നു. ആരാണോ ഫ്രണ്ടിനെ മൈനസ് ചെയ്യും. 7 ആകുമ്പോൾ 3 മൈനസ് ചെയ്യുന്നു.
ആഡ് 6 is equal to കോമൺലി 10ന് എപ്പോഴും നമുക്ക് ആഡ് ചെയ്യാം -4. ആഡ് 5 is equal to ആഡ് 10 -5. എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു സംഖ്യയെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കോമൺ ആയി നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. അതുകൂട്ട് നമ്മൾ ഏത് സംഖ്യയാണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇതാണ് ബിഗ് ഫ്രണ്ടിന്റെ ഇക്വേഷൻ. സോ നമ്മൾ ആദ്യം ഇക്വേഷൻസ് ഒക്കെ നോക്കി. ഇനി ഇവിടെ ഫിംഗർ എക്സസൈസ് നോക്കാം. ഇവിടെ 1 സെറ്റ് ചെയ്തു. ആ 1ലേക്ക് നമുക്ക് 9 ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റാതെ വരുമ്പോൾ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ 1നെ മൈനസ് ചെയ്യുന്നു. സെക്കൻഡ് 2 സെറ്റ് ചെയ്യണം. 2 സെറ്റ് ചെയ്യുന്നു. അതിലേക്ക് നമുക്ക് ആഡ് 9 ചെയ്യണം. ആഡ് 9 ചെയ്യാൻ പറ്റുന്നില്ല. ഉടനെ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ 1നെ മൈനസ് ചെയ്യുന്നു. ഇവിടെ 3 ആഡ് ചെയ്യണം. 3 ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമുക്ക് 9 ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് കുട്ടികളോട് ചോദിക്കണം. കുട്ടികൾ പറ്റൂല എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ നമുക്ക് 10നെ സഹായത്തിന് വിളിക്കാം. 9ന്റെ ഫ്രണ്ടായ 1നെ മൈനസ് ചെയ്യാം. ഈ രീതിയിലാണ് ഫിംഗർ എക്സസൈസ് ചെയ്യിപ്പിക്കേണ്ടത്. ഇനി പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ 3 ആഡ് ചെയ്യുന്നു. 3ലേക്ക് 9 ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റാണ്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആഡ് 10 -1. ദെൻ ഇതിലേക്ക് 4 ആണ് ആഡ് ചെയ്യേണ്ടത്. ഈ 4 ആഡ് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ഉടനെ നമ്മൾ സ്മോൾ ഫ്രണ്ട് ആയ 5നെ സഹായത്തിന് വിളിക്കുന്നു. അതായത് 5നെ ആഡ് ചെയ്യുന്നു. 4ന്റെ സ്മോൾ ഫ്രണ്ട് ആയ 1നെ ലെസ് ചെയ്യുന്നു. നോക്കൂ, ഇവിടെ നമ്മൾ സ്മോൾ ഫ്രണ്ടും ചെയ്തു, ബിഗ് ഫ്രണ്ടും ചെയ്തു. ഈ പ്രോബ്ലത്തിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ 2 ഇക്വേഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ബിഗ് ഫ്രണ്ടിന്റെ ഇക്വേഷൻ ചെയ്യുന്നു, ഇവിടെ സ്മോൾ ഫ്രണ്ടിന്റെ ഇക്വേഷൻ ചെയ്യുന്നു. സ്മോൾ ഫ്രണ്ടിന്റെ ഇക്വേഷൻ ചെയ്യാൻ കഴിയണമെങ്കിൽ ഇവിടെ 5 ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? സ്മോൾ ഫ്രണ്ട് ചെയ്യാൻ പറ്റുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം 6 ആഡ് ചെയ്യുന്നു. ദെൻ അതിലേക്ക് 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ 10നെ ആഡ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ, അതായത് 9 ആണ് ആഡ് ചെയ്യേണ്ടത്, അയാളുടെ ഫ്രണ്ടായ 1നെ മൈനസ് ചെയ്യുന്നു. ദെൻ ഇവിടെ 3 ആഡ് ചെയ്യണം. 3 ആഡ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ദെൻ അടുത്തത് 9ലേക്ക് വീണ്ടും 9 ആഡ് ചെയ്യണം. കഴിയുന്നില്ല. ഉടനെ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ -1 ചെയ്യുന്നു. ദെൻ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 1. ആൻസർ ഇസ് 19. ദെൻ 4 ആഡ് ചെയ്യുന്നു. ദെൻ -2 ചെയ്യുന്നു. ദെൻ 9 ആഡ് ചെയ്യണം. 9 ആഡ് ചെയ്യണം. ഇവിടെ ബീറ്റ്സ് ഇല്ല. ഉടനെ നമ്മൾ 10നെ സഹായത്തിന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് 10നെ ആഡ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ 1നെ മൈനസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ 10ന്റെ ഇക്വേഷൻ ചെയ്യേണ്ടത്. നമുക്ക് 8ന്റെ ഇക്വേഷൻ നോക്കിയാലോ? 8ന്റെ ഇക്വേഷൻ നോക്കാനായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം 8ന്റെ ഫ്രണ്ട് 2 ആണ്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് എപ്പോഴും 10നെ നമ്മൾ ആഡ് ചെയ്യും. 8 കിട്ടാത്ത സാഹചര്യത്തിൽ 8ന്റെ ഫ്രണ്ടായ -2 ചെയ്യും. ഒരു ഇക്വേഷൻ ചെയ്തു നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. 7 ആഡ് ചെയ്യുന്നു. 7ലേക്ക് 8 ആഡ് ചെയ്യണം. കഴിയാതെ വരുമ്പോൾ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 8ന്റെ ഫ്രണ്ടായ -2 ചെയ്യുന്നു. ദെൻ -5. അടുത്ത ക്വസ്റ്റ്യൻ 4 ആഡ് ചെയ്യുന്നു. അതിലേക്ക് 5നെ ആഡ് ചെയ്യുന്നു. ദെൻ 8 ആണ് ആഡ് ചെയ്യേണ്ടത്. 8 ഇവിടെ ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 10നെ ആഡ് ചെയ്യുന്നു. 8ന്റെ ഫ്രണ്ടായ -2 ചെയ്യുന്നു. ആൻസർ ഇസ് 17. അടുത്ത ക്വസ്റ്റ്യൻ 8 ആഡ് ചെയ്യുന്നു. അതിലേക്ക് 1 ആഡ് ചെയ്യുന്നു. ദെൻ വീണ്ടും 8 ആഡ് ചെയ്യണം. കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 10നെ ആഡ് ചെയ്യുന്നു. 8ന്റെ ഫ്രണ്ടായ -2 ചെയ്യുന്നു. സിമിലർലി അടുത്ത പേജിലേക്ക് പോവാം. ഇവിടെ നമ്മൾ 7ന്റെ ഇക്വേഷൻ ആണ് നോക്കാൻ പോകുന്നത്. 7ന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? 7ന്റെ ഫ്രണ്ട് 3 ആണെന്ന് ഓർക്കുക. 7 ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ 10നെ ആഡ് ചെയ്യണം. 7ന്റെ ഫ്രണ്ടായ -3 ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് 8 ആഡ് ചെയ്യണം. ദെൻ -4 ആണ്. ഈ -4 ഇവിടെ ചെയ്യാനില്ല. ഉടനെ നമ്മൾ സ്മോൾ ഫ്രണ്ട് ആണ് ചെയ്യേണ്ടത്. 4 ഒക്കെ കാണുമ്പോൾ എപ്പോഴും സ്മോൾ ഫ്രണ്ട് ആണ് വരിക. -4 ചെയ്യാതെ വരുമ്പോൾ 5നെ മൈനസ് ചെയ്യുന്നു. 4ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. ദെൻ നമുക്ക് 7 ആഡ് ചെയ്യണം. 7 ആഡ് ചെയ്യാൻ ഇവിടെ ഉണ്ടോ? ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? 10നെ ആഡ് ചെയ്യുന്നു. 7ന്റെ ഫ്രണ്ടായ 3 മൈനസ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 9 ആഡ് ചെയ്യുന്നു. അതിലേക്ക് 7 ആഡ് ചെയ്യണം. 7 ആഡ് ചെയ്യാനുണ്ടോ? ബീറ്റ്സ് ഉണ്ടോ? ഇല്ല. ഉടനെ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 7ന്റെ ഫ്രണ്ടായ -3 ഇവിടുന്ന് ചെയ്യണം. ദെൻ 2 ആഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു സംഖ്യയിലേക്ക് മറ്റൊരു സംഖ്യ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് 10നെ ആഡ് ചെയ്യണം. ഏത് സംഖ്യയാണോ ആഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യണം. ഇവിടെ നമ്മൾ 6ന്റെ ഇക്വേഷൻ ആണ് നോക്കാൻ പോകുന്നത്. 6 ചെയ്യാൻ നേരത്തെ നമ്മൾ ഓർക്കേണ്ട കാര്യം 6ന്റെ ഫ്രണ്ട് 4 ആണ്. ദെൻ കോമൺ ആയി നമ്മൾ ആഡ് ചെയ്യേണ്ടത് 10 ആണ്. ഈ പ്രോബ്ലത്തിലേക്ക് നോക്കാം. 4 ആഡ് ചെയ്യുന്നു. അതിലേക്ക് 6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്യാൻ ഇവിടെ ബീറ്റ്സ് ഇല്ല. ഉടനെ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 6ന്റെ ഫ്രണ്ടായ -4 ചെയ്യുന്നു. ദെൻ 7 ആഡ് ചെയ്യുന്നു. ദ ആൻസർ ഈസ് 17. അടുത്ത ക്വസ്റ്റ്യൻ 9 ആഡ് ചെയ്യുന്നു.
അതിലേക്ക് 6 ആഡ് ചെയ്യണം. 6 ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ 10നെ ആഡ് ചെയ്യുന്നു. 6ന്റെ ഫ്രണ്ടായ 4നെ മൈനസ് ചെയ്യുന്നു. ആൻസർ ഇസ് 15. വളരെ സിമ്പിൾ ആണ്. ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ കോമൺ ആയി നമ്മൾ 10നെ എപ്പോഴും ആഡ് ചെയ്യണം. കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയേണ്ടത് കഴിയാതെ വരുമ്പോൾ 10നെ നമ്മൾ സഹായത്തിന് വിളിക്കുന്നു. ഏത് സംഖ്യയാണോ ആഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഇത് കൂട്ട് നമ്മൾ 5ന്റെ ഇക്വേഷൻ നോക്കാം. 5ന്റെ ഇക്വേഷൻ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം 5ന്റെ ഫ്രണ്ട് 5 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ 17 ആഡ് ചെയ്യുന്നു. 5 ആഡ് ചെയ്യണം. ഇവിടെ 5 ആഡ് ചെയ്യാനില്ല. അപ്പോൾ ഉടനെ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. 5ന്റെ ഫ്രണ്ടായ 5നെ മൈനസ് ചെയ്യുന്നു. ദെൻ അഗെയിൻ 1 ആഡ് ചെയ്യുന്നു. ആൻസർ ഇസ് 23. ഈ രീതിയിലാണ് അഡീഷന്റെ ഇക്വേഷൻ നമ്മൾ ചെയ്യേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സംഖ്യയെ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ എപ്പോഴും 10നെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഏത് സംഖ്യയാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ മൈനസ് ചെയ്യുന്നു. ഓക്കെ, ഇക്വേഷൻ ഇങ്ങനെയാണ് നമ്മൾ അഡീഷന്റെ ഇക്വേഷൻ ചെയ്യേണ്ടത്. പേജ് നമ്പർ 50 വരുന്നത് 3യുടെ ഇക്വേഷൻ ആണ്. 3 എന്ന് പറയുമ്പോൾ 3യുടെ ഫ്രണ്ട് 7 ആണ്. 3 ആഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. മൈനസ് 3യുടെ ഫ്രണ്ടായ 7 ചെയ്യുന്നു. ഇവിടെ നമ്മൾ 2യുടെ ഇക്വേഷൻ ആണ്. 2യുടെ ഫ്രണ്ട് 8 ആണ് വരുന്നത്. കാരണം 8ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കോമൺ ഫ്രണ്ടായ 10നെ കിട്ടുന്നത്, ബിഗ് ഫ്രണ്ടായ 10നെ കിട്ടുന്നത്. ഈ 2 നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും നമ്മൾ 10നെ ആഡ് ചെയ്യുന്നു. ഏത് സംഖ്യയാണോ ആഡ് ചെയ്യേണ്ടത് അയാളുടെ ഫ്രണ്ടിനെ മൈനസ് ചെയ്യുന്നു. ഈ രീതിയിലാണ് നമ്മൾ അഡീഷന്റെ ഇക്വേഷൻ ചെയ്യേണ്ടത്. ഇവിടെ നോക്കൂ, 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 1ന്റെ ഫ്രണ്ട് 9 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് 1 ആഡ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരികയെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ഒരു 12 ആഡ് ചെയ്യുന്നു. അതിലേക്ക് 7 ആഡ് ചെയ്യണം. 7 ആഡ് ചെയ്യാം. ദെൻ 1 ആണ് ആഡ് ചെയ്യേണ്ടത്. 1 ആഡ് ചെയ്യാൻ ഇവിടെ ബീഡ്സ് ഇല്ലല്ലോ. ഉടനെ നമ്മൾ കോമൺ ഫ്രണ്ടായ 10നെ ആഡ് ചെയ്യുന്നു അല്ലേ? ദെൻ 1ന്റെ ഫ്രണ്ടായ -9 ചെയ്യുന്നു. ആൻസർ ഇസ് 20. ഈ രീതിയിലാണ് നമ്മൾ അഡീഷന്റെ ഇക്വേഷൻ ചെയ്യേണ്ടത്. ഒരിക്കൽ കൂടി, നമുക്കൊരു സംഖ്യയെ ഈ വൺസിന്റെ റോഡിൽ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റോഡിൽ ആഡ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ തൊട്ടടുത്ത റോഡായ 10ന്റെ റോഡിൽ നിന്നും 10നെ നമ്മൾ സഹായത്തിന് വിളിക്കുന്നു. ഏത് സംഖ്യയാണോ നമുക്ക് ആഡ് ചെയ്യാൻ കഴിയാതെ വരുന്നത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ ഈ റോഡിൽ നിന്നും ലെസ് ചെയ്യുന്നു. ഓക്കെ, ഈ ഭാഗത്ത് നമ്മൾ പുതിയൊരു ഇക്വേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ ബിഗ് ഫ്രണ്ടിന്റെ സബ്സ്ട്രാക്ഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒന്ന് നോക്കാം. നമുക്ക് എപ്പോഴും ഞാൻ പറഞ്ഞൊരു പുതിയ ഇക്വേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട്സിന്റെ കോളം ഫില്ല് ചെയ്യിപ്പിക്കണം. 9ന്റെ ഫ്രണ്ട് 1 ആണ്, 8ന്റെ ഫ്രണ്ട് 2 ആണ്, 7ന്റെ ഫ്രണ്ട് 3 ആണ്, 6ന്റെ ഫ്രണ്ട് 4 ആണ്, 5ന്റെ ഫ്രണ്ട് 5 ആണ്. എങ്ങനെ ഇത് കിട്ടി? 9ലേക്ക് 1 ആഡ് ചെയ്യുമ്പോഴാണ് കോമൺ ഫ്രണ്ട് ആയിട്ടുള്ള ബിഗ് ഫ്രണ്ട് ആയിട്ടുള്ള 10നെ കിട്ടുന്നത്. 8ന്റെ ഫ്രണ്ട് 2 ആണ്. 8ലേക്ക് 2 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. 7ലേക്ക് 3 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. 6ലേക്ക് 4 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. 5ലേക്ക് 5 ആഡ് ചെയ്യുമ്പോഴാണ് 10നെ കിട്ടുന്നത്. ഇനി ഈ പേജ് നമ്പർ 21 തൊട്ട് നമ്മൾ നോക്കുന്നത് ബിഗ് ഫ്രണ്ടിന്റെ സബ്സ്ട്രാക്ഷൻ ഇക്വേഷൻ ആണ്. സിമിലർലി നമ്മൾ സ്മോൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയിൽ നിന്ന് ഒരു സംഖ്യയെ മൈനസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ കഴിയാതെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മൾ സബ്സ്ട്രാക്ഷൻ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഫിംഗർ എക്സസൈസ് നോക്കാം. ഇവിടെ 10 ഉണ്ട്. നമ്മൾ 10 ആഡ് ചെയ്യുന്നു. ഈ 10ൽ നിന്ന് ഒരു -9 ചെയ്യണം. ഇവിടെ -9 ചെയ്യാൻ ഇവിടെ വൺസിന്റെ റോഡിൽ ബീഡ്സ് ഇല്ല. ഉടനെ കോമൺ ഫ്രണ്ടായ 10നെ മൈനസ് ചെയ്യുന്നു. ഏത് സംഖ്യയാണോ മൈനസ് ചെയ്യേണ്ടത് ആ സംഖ്യയുടെ ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ -9 ആയതുകൊണ്ട് 9ന്റെ ഫ്രണ്ടായ 1നെ നമ്മൾ ആഡ് ചെയ്യുന്നു. നമ്മൾ അഡീഷന്റെ ഇക്വേഷന് നേരെ ഓപ്പോസിറ്റ്. വീണ്ടും ഒരു 11 സെറ്റ് ചെയ്യുന്നു. 11ൽ നിന്നും നമുക്ക് -9 ചെയ്യണം. ചെയ്യാൻ കഴിയുമോ? ഇവിടെ -9 ചെയ്യാനില്ല. ഉടനെ നമ്മൾ 10നെ മൈനസ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു. ദെൻ ഇവിടെ 12 ആണ് ആഡ് ചെയ്യുന്നത്. -9 ചെയ്യണം. ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ 10നെ മൈനസ് ചെയ്യുന്നു. 9ന്റെ ഫ്രണ്ടായ 1നെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് കൂട്ട് നമ്മൾ ഒരു 10 ഉണ്ട്. ഈ 10ൽ നിന്നും നമുക്കൊരു -8 ചെയ്യണം. ചെയ്യാൻ പറ്റുമോ? ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം, മൈനസ് ആണെങ്കിൽ -10 ചെയ്യണം, അല്ലെങ്കിൽ -10 ചെയ്യണം. ഏതെങ്കിലും ഒരു സംഖ്യ കുറക്കാൻ കഴിയാതെ വരുമ്പോൾ ഉടനെ -10 ചെയ്യണം. എന്നിട്ട് ഫ്രണ്ടിനെ ആഡ് ചെയ്യണം. ഇപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? -8 ചെയ്യണം. 10ൽ നിന്ന് -8 ചെയ്യണം. ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ 10 മൈനസ് ചെയ്യുന്നു. 8ന്റെ ഫ്രണ്ടായ 2നെ ആഡ് ചെയ്യുന്നു. സിമിലർലി ഒരു 10 സെറ്റ് ചെയ്യുക. അതിൽ നിന്നും നമുക്കൊരു 7 മൈനസ് ചെയ്യണം. മൈനസ് ചെയ്യാനുണ്ടോ? ഉടനെ നമ്മൾ 10നെ മൈനസ് ചെയ്യുന്നു.
7ന്റെ ഫ്രണ്ടായ 3നെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 10 സെറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് -6 ചെയ്യണം. ചെയ്യാൻ കഴിയോ? ഉടനെ നമ്മൾ എന്ത് ചെയ്യും? 10നെ മൈനസ് ചെയ്യുന്നു, ആഡ് 4, അതായത് 6ന്റെ ഫ്രണ്ടായ 4നെ ആഡ് ചെയ്യുന്നു. ഇവിടെ നമുക്കൊരു 10 ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഒരു 5നെ മൈനസ് ചെയ്യണം. ചെയ്യാൻ കഴിയോ? ഉടനെ നമ്മൾ 10നെ മൈനസ് ചെയ്യണം, 5ന്റെ ഫ്രണ്ടായ 5നെ ആഡ് ചെയ്യണം. നേരത്തെ നമ്മൾ പഠിച്ച അഡീഷൻ ഇക്വേഷനിൽ നിന്നും വിപരീതമായിക്കൊണ്ട് ഒരു സംഖ്യയെ മൈനസ് ചെയ്യുമ്പോൾ -9 ഈസ് ഈക്വൽ ടു എപ്പോഴും കോമൺ ആയി 10നെ മൈനസ് ചെയ്യണം, ഫ്രണ്ടിനെ ആഡ് ചെയ്യണം, ആഡ് 1. അങ്ങനെ -8 ആണെങ്കിലോ -8 ഈസ് ഈക്വൽ ടു -10 ആഡ് 2. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് മൈനസ് ആണെങ്കിൽ ലെസ് ആണെങ്കിൽ 10നെ മൈനസ് ചെയ്യുന്നുണ്ട് അല്ലെ. -7 ഈസ് ഈക്വൽ ടു -10 ആഡ് 3. -6 ഈസ് ഈക്വൽ ടു എന്താ ചെയ്യണ്ടേ? -10 ആഡ് 4. -5 ഈസ് ഈക്വൽ ടു -10 ആഡ് 5. ഓക്കെ, അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പുതിയ ഇക്വേഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഫ്രണ്ട്സിനെ സെറ്റ് ചെയ്യാൻ പഠിപ്പിക്കണം, ദെൻ ഇക്വേഷൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം. ഇവിടെ നമ്മൾ 10 ആദ്യം സെറ്റ് 0 ചെയ്യുന്നു, ദെൻ 10 ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും -9 ചെയ്യണം. ചെയ്യാൻ ഇവിടെ ബീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് 10നെ മൈനസ് ചെയ്യുന്നു, 9ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു, ദെൻ 2 ആഡ് ചെയ്യണം. ആൻസർ ഇസ് 3. അടുത്ത ക്വസ്റ്റ്യൻ 15 ആഡ് ചെയ്യുന്നു, ദെൻ 2 ആഡ് ചെയ്യുന്നു. അതിൽ നിന്നും -9 ചെയ്യണം. ഇവിടെ -9 ചെയ്യാൻ 1ന്റെ റോഡിലില്ലല്ലോ. ഉടനെ നമ്മൾ 10നെ മൈനസ് ചെയ്യുന്നു, 9ന്റെ ഫ്രണ്ടായ 1നെ ആഡ് ചെയ്യുന്നു, ദെൻ 12 ആണ്. 12 സെറ്റ് ചെയ്യുന്നു, -9 ആണ്. ചെയ്യാനില്ലാത്തതുകൊണ്ട് ഇവിടെ -9 ചെയ്യാനുണ്ടോ? ഇല്ല, 1ന്റെ റോഡിൽ ഇല്ലാത്തതുകൊണ്ട് <10 ആഡ് 1. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തു പോകേണ്ടത്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ -8ന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. 10 ആഡ് ചെയ്യുന്നു, -8 അഥവാ -8 ചെയ്യണം. -8 ചെയ്യാൻ ബീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് <10 ആഡ് 2, ദെൻ 5 ആഡ് ചെയ്യണം. ദ ആൻസർ ഈസ് 7. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. 11 ആഡ് ചെയ്യുന്നു, 10 ആഡ് ചെയ്യുന്നു, -8 ഐ മീൻ +8 ചെയ്യാനില്ലാത്തതുകൊണ്ട് <10 ആഡ് 2. അതായത് നമ്മളൊരു സംഖ്യയിൽ നിന്നും ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ 10നെ മൈനസ് ചെയ്യുന്നു, ഫ്രണ്ടിനെ ഇവിടെ ആഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ +7 ആണ്. നമ്മൾ നോക്കാം. 11 ആഡ് ചെയ്യുന്നു, അതിൽ നിന്നും +7 ചെയ്യണം. +7 ചെയ്യുമ്പോൾ ആലോചിക്കണം, 7ന്റെ ഫ്രണ്ട് എപ്പോഴും 3 ആണ്. അപ്പൊ നമ്മൾ -10 ചെയ്യണം, 3യെ ആഡ് ചെയ്യണം. അതായത് കോമൺ ആയി നമ്മൾ എപ്പോഴും ലെസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ 10നെ ലെസ് ചെയ്യണം, ഫ്രണ്ടിനെ ആഡ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ +6 ആണ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു 15 സെറ്റ് ചെയ്തു. +6 ആയതുകൊണ്ട് 6ന്റെ ഫ്രണ്ട് എപ്പോഴും 4 ആണ്. നമ്മൾ +6 ചെയ്യണം. +6 ചെയ്യാൻ ഇവിടെ ബീറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 10നെ ലെസ് ചെയ്യുന്നു, 4നെ ആഡ് ചെയ്യുന്നു. ആൻസർ ഇസ് 9. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13. ഈ 13ക്ക് 2 ആഡ് ചെയ്യണം. 2 ആഡ് ചെയ്യുമ്പോൾ പറ്റാത്ത വരുമ്പോൾ സ്മോൾ ഫ്രണ്ട് ആണ് ചെയ്യേണ്ടത്. ആഡ് 5, 2യുടെ ഫ്രണ്ടായ സ്മോൾ ഫ്രണ്ടായ 3 അല്ലേ? 3 ആണല്ലോ. ആ 3 എങ്ങനെ കിട്ടുന്നു? 5നെ എടുക്കുന്നു, ഈ 2 ഫോൾഡ് ചെയ്യുന്നു, ബാക്കി 3 വരുന്നുണ്ട്, 3നെ മൈനസ് ചെയ്യുന്നു. ദെൻ +6 ചെയ്യണം. +6 ചെയ്യാനുണ്ടോ? ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 10നെ മൈനസ് ചെയ്യുന്നു, 6ന്റെ ഫ്രണ്ടായ 4നെ ആഡ് ചെയ്യുന്നു. സിമിലർലി +5ന്റെ ഇക്വേഷൻ നോക്കാം. അപ്പൊ നമ്മൾ 5ന്റെ ഫ്രണ്ടിനെ ഓർക്കണേ, 5 ആണ്. കോമൺ ആയി എപ്പോഴും നമ്മൾ 10നെയാണ് മൈനസ് ചെയ്യേണ്ടത്. ലെസ് എന്ന് കാണുമ്പോൾ ഉടനെ നമ്മൾ 10നെ ലെസ് ചെയ്യണം. എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ ആരെ ലെസ് ചെയ്യണം? കോമൺ ആയിട്ട് 10നെ മൈനസ് ചെയ്യണം, ഫ്രണ്ടിനെ ആഡ് ചെയ്യണം. ഇവിടെ 11 ആണ്, അതിൽ നിന്ന് -5 ആണ്. -5 ചെയ്യാനില്ലാത്തത് കൊണ്ട് 10നെ മൈനസ് ചെയ്യുന്നു, ആഡ് 5 ചെയ്യുന്നു. ഇതുപോലെ +4ന്റെ ഇക്വേഷൻ നോക്കാം. +4ന്റെ ഇക്വേഷൻ എങ്ങനെ ചെയ്യേണ്ടത്? 4ന്റെ ഫ്രണ്ട് എപ്പോഴും 6 ആണ്. അപ്പൊ ആഡ് 6 ആണ് ചെയ്യേണ്ടത്. 12 ആഡ് ചെയ്യുന്നു, -4 ചെയ്യണം. -4 ചെയ്യാനില്ലാത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? -10 ചെയ്യണം. ദെൻ കോമൺ ആയി നമ്മൾ ഫ്രണ്ടിനെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ലെസ് ചെയ്യുമ്പോൾ 10നെ ലെസ് ചെയ്യുന്നു, ഫ്രണ്ടിനെ ആഡ് ചെയ്യുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. +3 ആകുമ്പോൾ ആഡ് 7, കോമൺ ആയിട്ട് +10. ഇവിടെ നമ്മൾ +1 ആവുമ്പോൾ 9 ആഡ് ചെയ്യണം. കോമൺ ആയി ആരെ ലെസ് ചെയ്യണം? -10. അതായത് ഒരു സംഖ്യയിൽ നിന്നും മറ്റൊരു സംഖ്യ ലെസ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നമ്മൾ കോമൺ ആയി ആരെ ലെസ് ചെയ്യണം? 10നെ ലെസ് ചെയ്യണം. ആരെയാണോ ലെസ് ചെയ്യേണ്ടത് അയാളുടെ ഫ്രണ്ടിനെ നമ്മൾ ആഡ് ചെയ്യണം. ഇതാണ് നമ്മളുടെ
ബിഗ് ഫ്രണ്ടിന്റെ സബ്സ്ട്രാക്ഷൻ.